സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്, ജോലിയുടെ കൂടെ സൈഡ് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, അതേപോലെ ഫുൾ ടൈം ആയിട്ട് ഓൺലൈൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഈ 4 കൂട്ടർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2025 ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മികച്ച വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്ന 5 വഴികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 5 ഫീൽഡിലും അതിൻ്റേതായിട്ടുള്ള സ്കിൽസ് ആവശ്യമായിട്ടുണ്ട്. ഈ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഈ സ്കിൽസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന് വർക്കൗട്ട് ചെയ്തിട്ട് ഈ സ്കിൽസ് ഉണ്ടാക്കിയിട്ട് നല്ല മികച്ച വരുമാനം സമ്പാദിക്കാനും വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. ഡേറ്റ എൻട്രീസ് പോലുള്ള ജോബുകളൊക്കെ തന്നെ നിരവധിയായിട്ട് നമുക്കുണ്ട്. ഇതെല്ലാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ടേ നമുക്ക് സാലറി ആയിട്ടോ അല്ലെങ്കിൽ ഇൻകം ആയിട്ടോ കൊണ്ട് തരത്തുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഈ 5 ഫീൽഡും ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം അതിനകത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു അതേ രീതിയിലുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ 5 ഫീൽഡിൽ ഒരു 3 ഫീൽഡിലെങ്കിലും ഞാനും വർക്ക് ചെയ്ത് വരുമാനം സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ടൊക്കെ തന്നെ വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊരു ഓൺലൈൻ ട്യൂട്ടർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൽ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ളൊരു നോളജ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീച്ചിങ് സ്കില്ലും ആവശ്യമായിട്ടുണ്ട്. ഫിസിക്സ്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ ട്യൂഷൻ എടുക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അതിനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 പഠിക്കുന്നവരോ അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. നിങ്ങൾ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഡെയിലി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വരുമാനം ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ചെക്ക് ഇന്ത്യ, അതേപോലെ തന്നെ വേദാന്തു, അതേപോലെ തന്നെ ട്യൂട്ടർ മീ, ഇതുപോലുള്ള സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്തിലൊക്കെ തന്നെ ഒരു ടീച്ചറായിട്ട് നിങ്ങൾക്ക് മാറിയിട്ട് അവിടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ യൂഡമി പോലുള്ള ആപ്ലിക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പ്രീ റെക്കോർഡ് വീഡിയോസുകൾ ചെയ്തിട്ട് അതിനകത്തിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കോഴ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ലൈവായിട്ടുള്ള സെഷൻസ് എടുത്തുകൊണ്ടും നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ആ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞ ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ ഞാനും വരുമാനം സമ്പാദിക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ നമുക്ക് കിട്ടുന്നതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അഫിലിയേറ്റ് പാർട്ണറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആമസോണിലാണെന്നുണ്ടെങ്കിൽ ആമസോണിലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അഫിലിയേറ്റ് ലിങ്ക് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അയാൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടും. സോ ഇതിനകത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ ഒരു ചിലവുമില്ലാതെ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ മിനിമം ഒരു 5000 മുതൽ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് വേണ്ട അല്ലെങ്കിൽ PC സെറ്റപ്പ് ഒക്കെ വേണ്ടതെന്ന് ചോദിക്കുന്നവരോട് ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ CapCut പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് നമ്മൾ സിസ്റ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയർ പ്രോയോ അതല്ലെന്നുണ്ടെങ്കിൽ ഡാവിഞ്ചി റിസോൾവോ ഫൈനൽ കട്ട് പ്രോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രൊഫഷണൽ ആയിട്ട് വീഡിയോസുകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബിഗിനർ ലെവലിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ എഡിറ്റർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല വർക്കുകൾ കിട്ടാനോ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല. നിങ്ങൾ പല വീഡിയോസുകളും സ്വന്തമായിട്ട് കണ്ട് എഡിറ്റ് ചെയ്ത് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഒരു ഫ്രീലാൻസ് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നല്ല വർക്കുകൾ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുന്ന വർക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സോ അങ്ങനെയുള്ള വീഡിയോസുകൾ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ക്ലയൻസിനെ കാണിച്ച് അവരെയും കൊണ്ട് നമുക്ക് ഒരു വർക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ വർക്കുകൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വർക്കുകൾ കണ്ടിഷ്ടപ്പെട്ടും ക്ലയൻസ് വരാം. ഇനിയും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസർ, അപ്വർക്ക് പോലുള്ള ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈബർ പോലുള്ള ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കുകൾ നോക്കിയിട്ട് അവിടെ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാനും നമ്മുടെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലയൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഡീൽ ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പണം മുടക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം
ഇഷ്ടംപോലെയായിട്ടുള്ള ഫ്രീ റിസോഴ്സസുകൾ യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ Udemy പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ രീതിയിലുള്ള കോഴ്സുകളൊക്കെ ചെറിയ എമൗണ്ടിലൊക്കെ ലഭിക്കുന്നതാണ്. സോ അതൊക്കെ മേടിച്ച് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനം പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഒരു ഫുൾ ടൈം കരിയർ ആക്കാൻ പറ്റുന്ന ഒരു ഫീൽഡുമാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള നാലാമത്തേന്ന് പറയുന്നത് വെബ് ഡെവലപ്മെൻ്റ് ആണ്. ഇന്ന് ഏത് ബ്രാൻഡിനും ഒരു വെബ്സൈറ്റ് ആവശ്യമായിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു വെബ്സൈറ്റ് എല്ലാ ബ്രാൻഡുകൾക്കും ആവശ്യമാണ്. വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കണമെങ്കിൽ കോഡിങ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കോഡിങ് അറിയത്തില്ലെങ്കിൽ പോലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വേർഡ്പ്രസ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെ നല്ല വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് HTML, CSS, JavaScript ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ MySQL അതുപോലുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരൂടെ നല്ല രീതിയിലുള്ള വരുമാനം സമ്പാദിക്കാനും നല്ല ക്ലയൻസിനെയൊക്കെ കണക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. സോ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ക്ലയൻസിനെയാണ്. കാരണം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ക്ലയൻസ് കിട്ടുമ്പോൾ അതേ രീതിയിലുള്ള വരുമാനം നമുക്ക് കിട്ടും. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 10,000 മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെയാണ് ഒരു ബ്രാൻഡ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലയൻസിനെ കിട്ടുകയും അതുവഴി നല്ല വരുമാനം സമ്പാദിക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള അഞ്ചാമത്തെ ഫൈനലായിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗ് ആണ്. ഇന്ന് എല്ലാ ബ്രാൻഡുകൾക്കും ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്ററിനെ ആവശ്യമായിട്ടുണ്ട്. ഒരേ സമയം തന്നെ 1, 2, 3 ബ്രാൻഡുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SEO കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ എന്ത് കാര്യം ചെയ്താലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ആണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു കോണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റിംഗ് ആവശ്യമുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതെല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാം. അതിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റ് റൈറ്റർ ആകാനും സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട 2 കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് പേഷ്യൻസ് വേണം, രണ്ടാമതായിട്ട് കൺസിസ്റ്റൻസി വേണം. ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മറ്റ് വലിയ സെറ്റപ്പുകളൊന്നും വേണമെന്നില്ല. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ ഫേസ് പോലും കാണിക്കാതെ വീഡിയോസുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ 5 ഫീൽഡിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾക്ക് വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.